ഗൗരിയമ്മയോട് പാർട്ടി നീതി ചെയ്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അതായത് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നും ആർക്കും അറിയത്തില്ല, ഉണ്ടായിരുന്നു. അല്ല, 91 ഗൗരിയമ്മ മുഖ്യമന്ത്രി ആകേണ്ടതായിരുന്നു എന്ന് വിശ്വസിക്കുന്ന കുറച്ച് പേരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയല്ല. അത് ഈ മുദ്രാവാക്യമൊക്കെ അങ്ങനെ വിളിച്ചതുകൊണ്ടാണ് ജനങ്ങളെ. അല്ല, എനിക്കതേപ്പറ്റി ഇപ്പോൾ വ്യത്യാസമായിട്ട് പറയാൻ പറ്റില്ല. കാരണം പാർട്ടി എടുത്ത നിലപാട് നമ്മളെല്ലാം അംഗീകരിച്ചു പോയി. അവരതിന് അർഹയൊക്കെ ആയിരുന്നു. മുഖ്യമന്ത്രിയാവാനുള്ള എല്ലാ അർഹതയും അവർക്കുണ്ട്. പക്ഷേ പാർട്ടി എന്നതിനേക്കാൾ സീനിയറായിട്ടുള്ള അതുപോലെ താത്വികമായ കാര്യങ്ങളിലൊക്കെ നാഷണൽ ലെവലിലൊക്കെ ഒന്ന് വലിയ ഫൈറ്റ് നടക്കുന്ന കാലമാണ് സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട്. അപ്പോൾ എല്ലാ തരത്തിലും പ്രത്യയശാസ്ത്രപരമായും രാഷ്ട്രീയമായും സംഘടനാപരമായും എല്ലാം ഗൗരിയമ്മയേക്കാൾ നേതൃത്വപരമായ പദവി വഹിച്ചാണല്ലേ EMS. അങ്ങനെ അത് പോയതാണ്. അവർ മോശം നല്ല വകുപ്പ് കൊടുത്തില്ലേ, 3 ഗവൺമെൻറ്റിൽ മന്ത്രിയാക്കിയില്ലേ അവർ. പിന്നെ പാർട്ടിയിൽ നിന്ന് പോയ ശേഷം അപ്പുറത്തായി. എന്നാലും 3 ഗവൺമെൻറ് 57, 67, 80 3 തവണയും ഗൗരിയമ്മ മിനിസ്റ്ററായി. പാർട്ടിയിൽ നിന്നെങ്കിൽ ഒരിക്കൽ കൂടെ ആയതിന്. ഗൗരിയമ്മയ്ക്ക് പകരമായിട്ടൊന്നും ആരുമില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ 3 തവണയാണ് ഏതെങ്കിലും രീതിയിൽ ഒരു വനിതാ മുഖ്യമന്ത്രി പ്രൊജക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആദ്യം ഗൗരിയമ്മ, അത് കഴിഞ്ഞ് 96 ഒരു സാധ്യതയെങ്കിലും ഉണ്ടായിരുന്നു. ഈ വനിതാ മുഖ്യമന്ത്രി ഒന്നും വന്നാലും പറയത്തില്ല, അതൊക്കെ ഇപ്പോൾ വരുന്ന പ്രയോഗങ്ങളാണ്. അങ്ങനെ റിസർവേഷൻ ഒന്നുമില്ലല്ലോ. അതല്ല, മുഖ്യമന്ത്രിയാവുക അതിനും ക്വാളിറ്റി ഉണ്ടെന്ന് വിശ്വസിച്ച ഒരു വിഭാഗമാണുണ്ടായിരുന്നു. ജനങ്ങളുടെ കുറച്ച് മുദ്രാവാക്യങ്ങളും വന്നു, അത് അൺഒഫീഷ്യലായിട്ട് വന്നതാണ്. പക്ഷേ EMSൻ്റെ എന്താ പറയുന്നത്, ഇൻ്റലക്ച്വൽ, പൊളിറ്റിക്കൽ, ഐഡിയോളജിക്കലായ ഒരു നാഷണൽ ലെവലിൽ അതെല്ലാം ഇല്ലേ. ജനങ്ങളുടെ സപ്പോർട്ടിനകത്ത് EMSും ഗൗരിയമ്മൻ്റെ ഈക്വലായിരുന്നു. 2 പേര് പോയാലും ആയിരങ്ങൾ കൂടും. അടിയന്തരാവസ്ഥയിൽ മൈക്കില്ലാത്ത കാലത്ത് ഗൗരിയമ്മയുടെ പ്രസംഗം ഏറ്റു പറയാൻ ഞാനാണ് പോയത്. ജില്ല മൊത്തം. അന്ന് 14 മണ്ഡലം, എല്ലാ മണ്ഡലത്തിനും ഓരോ ഇലക്ഷൻ. അപ്പോൾ ഗൗരിയമ്മ പ്രസംഗം ഞാൻ സ്റ്റേജ് ഞാൻ ഇങ്ങനെ ഏറ്റു പറയും. അവിടുന്ന് ഞാൻ വാലവാലയെ 5-10 പേരാ ജനം കൂടും. അവരിങ്ങനെ ഏറ്റു പറയും. എന്താണ് കൂട്ടാൻ ഗൗരിയമ്മ കാണാൻ വന്നത്? അടുത്ത ഇലക്ഷൻ ഞങ്ങൾ തോറ്റത് വേറെ കാര്യം. 77 ഇലക്ഷൻ ഞങ്ങൾ തോറ്റു, അത് വേറെ കാര്യം. ആൾ വന്നിരുന്നു. ചെന്നുവില്ല ശിവസഹറോയും ഉണ്ടായിരുന്നു. സംശയം, അതിലൊന്നും സംശയമില്ല. പക്ഷേ ഇൻ്റലക്ച്വലായി, തിയററ്റിക്കലായി, നാഷണൽ പൊളിറ്റിക്കൽ ലെവലിൽ അത് നോക്കണമല്ലോ. കാരണം അന്ന് കേരളം ബംഗാൾ തമ്മിൽ ഏറ്റവും പ്രധാനമല്ല. അത് വെച്ച് കറക്റ്റ് തീരുമാനമാണ്. പാർട്ടി എടുത്ത തീരുമാനം കറക്റ്റാണ്. യോഗ്യതയുള്ള 1-ലേറെ ആളുണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് ഗൗരിയമ്മയ്ക്ക് പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ കൊടുത്ത് ആദ്യത്തെ 3 ഗവൺമെൻറ്റിലും എടുത്തു. പാർട്ടിയുടെ പിണങ്ങിയ ശേഷം മാത്രമാണല്ലോ പിന്നെ ഗൗരിയമ്മ അപ്പുറത്ത് പോയത്. കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത്, കഴിഞ്ഞ ഇലക്ഷൻ മീൻസ് 1ാം പിണറായി ഗവൺമെൻറ് കഴിഞ്ഞ സമയത്ത് അങ്ങും കൂടെ ഉണ്ടായിരുന്ന ക്യാബിനറ്റ് കഴിഞ്ഞപ്പോൾ ഈ കേരളത്തിൽ വീണ്ടും ഒരു നേരത്തെ ഞാൻ ഈ പറഞ്ഞ വനിതാ മുഖ്യമന്ത്രി എന്നൊരു ചർച്ച വരികയും എനിക്കറിയില്ല, ഞങ്ങളുടെ പേരൊന്നും വന്നില്ല. KK ശൈലജയുടെ പേര് പത്രത്തിൽ വന്നതാണ്, പാർട്ടിയുടെ ഒന്നും. എൻ്റെ ചോദ്യം, അന്ന് KK ശൈലജയുടെ പേര് വല്ലാതെ തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും. ഇല്ല, പാർട്ടിക്കകത്ത് യാതൊരു ചർച്ച നടന്നിട്ടില്ല. പിണറായി വിജയനെപ്പോൾ ഒരാളിവിടെ ഉള്ളപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്ന ഏത് കൊച്ചു കുഞ്ഞിനും അറിഞ്ഞോട്ടെ. വേറൊരു ചർച്ചയ്ക്ക് എന്താ പ്രസക്തി? പക്ഷെ ഒരു രണ്ടാം നിര ഉണ്ടല്ലോ, ഉചിതമായ സമയത്തായിരിക്കും അത് ഉണ്ടല്ലോ. അതെല്ലാം ഉണ്ട്. പക്ഷേ മൊത്തത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. തിയററ്റിക്കലായിട്ടുള്ള നോളജൊക്കെ വളരെ പ്രധാനം, അതാവശ്യമാണ് ഇടതുപക്ഷത്തെ നയിക്കുമ്പോൾ. പിന്നെ പ്രായോഗികമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു വന്നുള്ള അനുഭവം കൊണ്ട് പ്രധാന കാര്യം. അത് പിണറായി വിജയനുണ്ടല്ലോ. അദ്ദേഹം പരീക്ഷണങ്ങളോട് കടന്നു വന്ന രാഷ്ട്രീയമായ നല്ല ഇതല്ലേ അല്ലേ.